ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഞാനിന്നേ ബോഗൺവില്ലേൻ്റെ പിന്നാലെ കൂടിയിട്ടോ. എന്താ വെച്ചാൽ കുറേ ദിവസം ഈ ബോഗൺവില്ല ഒന്ന് നോക്കിയിട്ട് അപ്പോൾ അത് കയറെല്ലാം അഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ച് കെട്ടിക്കൊടുക്കുമായിരുന്നു കേട്ടോ. ഈ ബോഗൺവില്ല ഉണ്ടല്ലോ ഒറ്റ സ്റ്റെമ്പായിരുന്നു കേട്ടോ. ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്റ്റെമ്പ് ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു സ്റ്റെമ്പിൽ ഇങ്ങനെ മേലെ ഇങ്ങനെ നീണ്ടിങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണെങ്കിൽ അച്ചായന് ഒരു വളഞ്ഞ കമ്പെടുത്തിട്ട് ഇത് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുത്തി കൊടുത്തതാണ്. പക്ഷേ കുത്തി കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ളും സ്റ്റെമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് വളർന്ന് വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ നല്ല രസമാണ്, പൂക്കളൊക്കെ ഇടുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോഴാണ് ഇവിടെ ഒരാൾ ആരാന്നറിയില്ല മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ, എന്തോ ഒരു ഭംഗിയല്ലേ, താഴെ പോകാതെ അങ്ങോട്ട് അടുക്കി വെച്ചിട്ടുണ്ടല്ലേ. അപ്പം ഞാനത് തൊട്ടിട്ട് ഇനി നാശാവണ്ട വെച്ചിട്ട് മെല്ലെ ഞാനതൊന്ന് കണ്ട് വീഡിയോ എടുത്ത് ഞാൻ അപ്പുറത്ത് ബോഗൺവില്ലേക്ക് പോയിട്ടോ. എൻ്റെ ബോഗൺവില്ലയൊക്കെ ഇങ്ങനെ വളഞ്ഞൊക്കെ ആയിട്ടോ ഉണ്ടാവുക. എന്നുവെച്ചാൽ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനത്തെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഗൺവില്ലേൻ്റെ ചെടിയാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം മുറിച്ച് വെട്ടി കൊടുക്കുമായിരുന്നു കേട്ടോ. വെട്ടി കൊടുക്കുമ്പോൾ തുഞ്ചത്ത് എല്ലാം വെട്ടും, എന്നിട്ട് പിന്നെ ഇത് വളരാൻ വേണ്ടി കാത്തുക്കും. പിന്നെ ഇത് ബുഷായി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, ഞാൻ ഈ വളർന്ന് വരുന്നതൊക്കെ ഞാൻ താത്തി അങ്ങോട്ട് മടക്കി കൊടുക്കും കേട്ടോ. ഒരു പന്ത് മാതിരി പരുവത്തിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മടക്കി കൊടുക്കും. ഇപ്പോൾ ഓക്കെയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.